ഇതുപോലെ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ തെക്കി ബസാർ എന്ന സ്ഥലത്ത് നിങ്ങൾ പോയി അന്വേഷിക്കുക. തെക്കി ബസാറിലുണ്ടൊരു ഔലിയ. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? മയക്കുമരുന്നിനടിമപ്പെട്ട് സദാസമയവും മയക്കുമരുന്നിനടിമപ്പെട്ട് കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ പറഞ്ഞ വാക്കുകളിൽ കളവുകളുടെ വല്ല ലാഞ്ചനയുമുണ്ടോ എന്ന് നേർക്കുനേരെ ചെല്ലു നോക്കുമ്പോ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന് കോലം കിട്ടിയില്ല. നിങ്ങൾ അദ്ദേഹം എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം മയക്കത്തിലാണ് സദാസമയവും. പിന്നെന്തോ അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ വാക്കുകൾ വരുന്നു, ഇസ്ലാമിന്റെ ജീവനം വരുന്നു. ഒരിക്കലുമില്ല. എന്നിട്ട് അദ്ദേഹത്തെ ഒരു റൂമിൽ പ്രത്യേകം തളച്ചിട്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ മുരീദന്മാരായ കുറച്ച് ആളുകൾ, എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ട് നേർച്ചപ്പെട്ടി. എല്ലായിടത്തും അതാണല്ലോ. ഒക്കെ നേർച്ചയുടെ പേരിൽ പണം സമ്പാദിക്കുക, അദ്ദേഹത്തിന്റെ പേരിൽ മറ്റുള്ള ആളുകൾ പണം തട്ടുന്ന അവസ്ഥ. ഇങ്ങനെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നേർച്ചപ്പെട്ടി വെച്ച്, സിയാറത്ത് ടൂർ വെച്ച് ഇങ്ങനെ ആളുകളെ കൊണ്ടുപോയി പണം തട്ടുന്ന അവസ്ഥ. ഇസ്ലാമുമായോ ഇസ്ലാമിന്റെ ശരീഅത്തുമായോ യാതൊരു ബന്ധവും അവർക്കില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? റസൂലുള്ളാഹിന്റെ ത്വരീഖത്ത് കൈവിട്ടതുകൊണ്ട്. റസൂലുള്ളാഹിന്റെ ത്വരീഖത്ത് കൈവിട്ടതുകൊണ്ട് സമൂഹത്തിന് വന്ന വലിയൊരു അപകടമാണ്, ഗർത്തമാണ് സഹോദരന്മാരെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഔലിയാക്കളുടെ കിരീടമായി ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നത്.